നീ ലണ്ടനിലെ ലിറ്റ് ലൈഫ് അല്ലേ? ഓ എന്ത് ലിറ്റ് ലൈഫടാ. ആ ഇൻസ്റ്റാഗ്രാമിൽ ജോയേ ഉള്ളു. അവിടെ പാത്രം കഴിയുകയോ ചെയ്യുന്നു. നീ അവിടെ ബാർട്ടൻഡർ അല്ലേ? രണ്ടും ഏതാണ്ട് സെയിം ആടാ. അല്ല IIT ISRO ലെവലുള്ള നീയാണ് എന്നെ കളത്തുന്നത്. സ്കൂൾ ടൈം തൊട്ട് പഠിപ്പയുടെ ട്വിന്നാണെന്ന് പറഞ്ഞ് ഞാൻ കുറെ അനുഭവിക്കുന്നേ. ഞാൻ ശ്രുതിയെ കണ്ടായിരുന്നു. വൈ ഡോണ്ട് യു ഗൈസ് ഗെറ്റ് ബാക്ക് ടുഗദർ? വെറുതെ മൂടുകളെ വിക്ടറെ, ഞാൻ അത് വിട്ട കേസാണ്. അന്ന് ആ റൂം ബുക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് സീൻ ഉണ്ടാക്കിയെന്നറിയോ? അല്ല, അവൾ എന്ത് വിചാരിച്ചു? ജീവിതകാലം മുഴുവൻ ഞാൻ അവളെ മാത്രം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു. ഒരു റിലേഷൻഷിപ്പിൽ ഇതൊക്കെ ബെയർ മിനിമം അല്ലേ ഫെലിക്സ്? പെണ്ണുങ്ങളുടെ കാര്യം നീ എന്നെ ഉണ്ടാക്കല്ലേ. എപ്പോൾ നോക്കിയാലും ശ്രുതി ശ്രുതി ശ്രുതി. എങ്കിൽ നീ പോയി ഉണ്ടാക്ക്. അവളെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? അന്ന് ആ റൂം ബുക്ക് ചെയ്ത് ഞാനാ. നീയും ഫെലിക്സുമായിട്ട് പിരിയാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ. ഇത്ര ചീപ്പായിരുന്നു വിക്ടറെ നീ. ഞാൻ ഫെലിക്സിനോട് അന്ന് എന്ത് ഓവർ റിയാക്ട് ചെയ്തെന്നറിയോ? ഞാൻ ലൈഫിൽ അവനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അല്ല, ഇതൊക്കെ ഇപ്പം വന്ന് പറയുന്നത് എന്തിനാ? എനിക്കൊരു ടെർമിനൽ ഇൽനെസ് ഉണ്ട്. ഡയഗ്നോസ് ആയിട്ട് കുറച്ചായി. എനിക്ക് ഈ പാവം വെച്ച് മരിക്കാൻ വയ്യ. ടെർമിനലിൽ ഇല്ലോ? എടാ നമുക്ക് ശരിയാക്കാം. ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോകാം. എടാ അതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാ അവളുടെ അടുത്ത് പോയി ഈ നട്ടക്കുരുക്കാത്ത കള്ളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാൻ പോയത്? ഇല്ലടാ, ഞാൻ വിക്ടറെ കൊല്ലും. എടാ നീ സൂയിസൈഡ് ചെയ്യാൻ പോകണം. സൂയിസൈഡോ? ഞാനോ? ചാവാൻ പോകുന്ന നീയാടാ ഫെലിക്സേ. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ ചാവുന്ന ഞാനായിരിക്കും വിക്ടർ. എടാ നീ കള്ളു കയറിയിട്ട് എന്തൊക്കെയാടാ പറയുന്നത്? എടാ നമുക്ക് ശരിയാക്കാം. നീ പാനിക്കാന്ന്. നമുക്ക് ശരിയാക്കാം. ശ്രുതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നടാ ഫെലിക്സേ. നിങ്ങൾ തമ്മിൽ സെറ്റായപ്പോൾ അവളെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടു. അവളുടെ ചിരിയൊക്കെ ലൈറ്റ് ഹൗസ് പോലെ. എനിക്കത് മതിയടാ. അവൾ ഹാപ്പിയായി കണ്ടാൽ മതി. അവൾ ഹാപ്പിയായി കാണണം. പക്ഷെ നിൻ്റെ കൂടെ കൂടുമ്പോൾ മാത്രം അവൾ ഹാപ്പി. എനിക്ക് അവളെ ഹാപ്പി ആക്കണോടാ ഫെലിക്സേ. അതിന് നീ ചാവണം. എന്നിട്ട് നിൻ്റെ പേരിൽ, നിൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഞാൻ അവളെ സ്നേഹിക്കും. ഒരുപാട് സ്നേഹിക്കും. വീണ്ടും അവളെ ലൈറ്റ് ഹൗസ് പോലെ ചിരിക്കോടാ. എനിക്ക് നിന്നെക്കാട്ടി നന്നായിട്ട് അറിയാടാ ഫെലിക്സേ. ആർക്കും മനസ്സിലാവില്ല. കണ്ടോ, നിന്നെ പോലെ എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും. ഞാൻ എലവൻ്റ് കണ്ടുപിടിച്ചു. അത് മൈക്രോഡോസ് ചെയ്തിട്ട് ഞാൻ മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി. അതിൻ്റെ ഒരു ഹെവി ഡോസേജ് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. യു വോണ്ട് സർവൈവ് ഫെലിക്സ്. നീ ചാവൂടാ ഫെലിക്സ്. അല്ല വിക്ടറെ.